എൻ്റെ അനിയത്തി ഞാനും കഴിഞ്ഞ ജന്മത്തിൽ മൂങ്ങകളായിരുന്നോ എന്ന് വരെ എനിക്കിപ്പോൾ ഡൗട്ടുണ്ട്. കാരണം വൈകുന്നേരം ആയിക്കഴിഞ്ഞാൽ ഒരു സന്ധ്യ ആയിക്കഴിഞ്ഞാൽ എനിക്കും അവൾക്കും പുറത്ത് പോയില്ലെങ്കിൽ എന്തോ ഒരു വിമ്മിഷ്ടമാണ്. പുറത്ത് പോണ സമയത്ത് എന്നെയും കൂടെ കൊണ്ടുപോകും അമ്മാ എന്നുള്ളൊരു ഷെയ്ഡ് ബേബിയുടെ ഒച്ചപ്പാടാണ് നിങ്ങൾ ആ കേൾക്കുന്നത്. പക്ഷേ ഞാൻ അവനെ വീട്ടിലാക്കി. മമ്മിയൊക്കെ ഉണ്ടായിരുന്നു വീട്ടിൽ. അപ്പോൾ അവനെ അവിടെ ആക്കിയിട്ട് ഞാനും പൊന്നും കൂടെ ഇറങ്ങി. അങ്ങനെ ചാലക്കുടിയിലുള്ള KT ഗാർമെൻറ്റ്സിലാണ് ഞങ്ങൾ പോയത്. ഇപ്പോൾ ഡെലിവറി ഒക്കെ കഴിഞ്ഞ് കുറച്ചൊന്ന് വണ്ണം വെച്ചതുകൊണ്ട് തന്നെ എനിക്ക് എൻ്റെ ഡ്രസ്സസ് ഒന്നും പറ്റുന്നില്ല. അതായത് അതിനുള്ളൊന്നും എനിക്ക് കയറാൻ പറ്റുന്നില്ല. അപ്പോൾ പിന്നെ കുറച്ച് കംഫർട്ടബിൾ വെയേഴ്സ് വാങ്ങാൻ വാങ്ങുന്ന നോർമൽ കടകളിൽ നിന്ന് വാങ്ങുന്ന ഡ്രസ്സ് തന്നെ നമുക്ക് സൈസൊക്കെ ഓക്കെ ആണെങ്കിലും ഒരു ചെറിയൊരു ഡിസ്കംഫർട്ട് അവിടുന്ന് ഇവിടുന്നൊക്കെ ഫീൽ ചെയ്യും. പക്ഷേ നമ്മുടെ KT ഗാർമെൻറ്റ്സിലെന്ന് വെച്ച് കഴിഞ്ഞാൽ കംഫർട്ടബിൾ വെയേഴ്സിന് അടിപൊളിയാണ്, അടിപൊളിയാണ്, സൂപ്പറാണ്. കാരണം 6XL വരെയുള്ള സൈസസ് അവിടെ അവൈലബിൾ ആണ്. ഇപ്പോൾ നിങ്ങൾ പ്ലസ് സൈസ് ആണെങ്കിൽ ഇഷ്ടംപോലെ അവിടെ അവൈലബിൾ ആണ് ഡ്രസ്സസ്. പിന്നെ അതൊക്കെ കഴിഞ്ഞ് ഞാൻ കുറച്ച് ഒക്കെ വാങ്ങി. ലാർജും മീഡിയം ഒക്കെ അവിടെ അവൈലബിൾ ആണ് ട്ടോ. കാരണം എല്ലാ സൈസസിലും അവർ കൂടുതലും എനിക്ക് തോന്നുന്നത് പ്രിഫർ ചെയ്യുന്ന കംഫർട്ടബിൾ ഡ്രസ്സസ് ആണെന്ന്. അത് നല്ല അടിപൊളി പരിപാടിയായിട്ട് എനിക്ക് തോന്നി. അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ വീട്ടിൽ വന്നപ്പോൾ എൻ്റെ അനിയൻ എന്തോ ഒരു കുണ്ടാമണ്ടി വെച്ച് കറക്കിക്കൊണ്ടിരിക്കുക. ഈ സാധനത്തിൻ്റെ പേര് എനിക്കറിയാം, പക്ഷെ മറന്നുപോയി. ഇത് ഈ മുംബൈയിലൊക്കെ നമ്മൾ പോകുമ്പോൾ ഈ സ്ട്രീറ്റ് ഡാൻസേഴ്സൊക്കെ അവിടെ സ്പിന്നൊക്കെ ചെയ്ത് ഇതുകൊണ്ട് കുറേ സംഭവങ്ങളൊക്കെ കാണിച്ച് നിൽക്കണ കാണാം. ഇവർക്കങ്ങനെ കുറേ സംഭവങ്ങളും പ്രൊഫഷണലൊന്നും അല്ല. പക്ഷെ അവരെന്നാലും അത്യാവശ്യം നന്നായിട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ നോക്കി ഞാനും എൻ്റെ അനിയത്തിയും ഇങ്ങനെ നിൽക്കുമായിരുന്നു. ആ സമയത്താണ് എൻ്റെ അനിയത്തിക്ക് പെട്ടെന്നൊരു സ്വീറ്റ് ക്രേവിങ് വന്നത്. എടാ വാടാ നമുക്ക് എന്തെങ്കിലും മധുരം കഴിക്കാൻ പോവാന്ന്. അങ്ങനെ ഞങ്ങൾ നോക്കിയപ്പോൾ നമ്മുടെ ചാലക്കുടിയിൽ സൈൻ ലബാൻ എന്ന് പറഞ്ഞ ഷോപ്പുണ്ട്. സ്വീറ്റ് ഇഷ്ടമുള്ള ആൾക്കാർക്ക് അല്ലെങ്കിൽ മധുരപ്രിയർക്ക് ഏറ്റവും പ്രിയപ്പെട്ട ഒരു കടയാവും അവിടെ പോയി കഴിഞ്ഞാൽ. ഞാൻ അത്ര മധുരം ഇഷ്ടപ്പെടുന്ന ഒരാളല്ല. പക്ഷേ എൻ്റെ അനിയത്തിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അവിടെ പോയിട്ട് ഞങ്ങൾ ഒരു പിസ്താഷ്യോ ചോക്ലേറ്റ് അങ്ങനെ എന്തൊക്കെയോ സാധനം ആഡ് ചെയ്തിട്ടുള്ള ഈ ഒരു സാധനം വാങ്ങി